PM ശ്രീയിൽ യഥാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചുവെന്ന് ഇന്നലെ വ്യക്തമാക്കിയത് UDF കൺവീനറാണ്. UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ഈ തുറന്നു പറച്ചിൽ. ഇനി ഒരു ആലോചനയ്ക്കും വകയില്ല എന്ന തരത്തിലായിരുന്നു അടൂർ പ്രകാശ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയെ അപ്രസക്തമാക്കിയുള്ള പ്രഖ്യാപനം UDFന്റെ നിലപാടില്ലായ്മ എന്ന നിലയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ലീഗിനെ അത് അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കി. അതായത് ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചത് മുസ്ലിം ലീഗാണ്. അവർ ഉൾപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്നത് ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഈ വിഷയം ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ചർച്ച ചെയ്തപ്പോൾ MSF സംസ്ഥാന സെക്രട്ടറി PM ശ്രീ നടപ്പാക്കിയാൽ MSF സമരരംഗത്തുണ്ടാകുമെന്നതുൾപ്പെടെ പ്രഖ്യാപിച്ചു. അപ്പോൾ ലീഗിന്റെ തന്നെ മറ്റ് യുവജന സംഘടനകളൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇതോടെ വിഷയത്തിൽ ലീഗ് നിലപാട് കടുപ്പിക്കുകയും പരസ്യ പ്രതികരണവുമായി കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. ഇതോടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അടൂർ പ്രകാശ്. അങ്ങനെ PM ശ്രീയിൽ സർക്കാർ ആകെപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം വിശദമായി തന്നെ കടക്കുന്നത്. UDF യോഗത്തിന് ശേഷം അടൂർ പ്രകാശ് ഇന്നലെ നടത്തിയ പ്രതികരണമാണ് ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. LDF ഒപ്പിട്ട് ഈ കരാറിൽ ഇനി അത് പിന്മാറാനാകില്ല. മാത്രവുമല്ല കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചെടുക്കണം, അതുകൊണ്ട് ഈ പദ്ധതി തുടർന്നേ പറ്റുകയുള്ളൂ എന്നതാണ് അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിസഭാ ഉപസമിതിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സമിതിയാകും ഏതൊക്കെ സ്കൂളുകൾ എന്ന് തീരുമാനിക്കുക എന്നതൊക്കെയാണ് അടൂർ പ്രകാശ് വിശദീകരിച്ചത്. എന്തായാലും ഇന്നലത്തെ അടൂർ പ്രകാശിന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിലും LDF ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അപ്പോൾ ഇതായിരുന്നു അടൂർ പ്രകാശിന്റെ ആ വിശദീകരണം. ഇതാണ് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത്. PM ശ്രീയെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായി വിമർശിച്ചത് ലീഗാണ്. അധികാരത്തിലെത്തിയാൽ PM ശ്രീയെ ചവറ്റുകൊട്ടയിലെറിയും എന്ന് പറഞ്ഞത് ലീഗാണ്. ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് ലീഗ് ഉൾപ്പെട്ട UDF പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. മാത്രവുമല്ല, രാജ്യസഭയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട UDF MP JB മേത്തറിന്റെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി നൽകിയ മറുപടികൾ PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കെതിരായിരുന്നു. കേരളത്തിൽ PM ശ്രീക്കായി സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന നടപടി പോലും ആരംഭിച്ചിരുന്നില്ല എന്ന് കോൺഗ്രസ് MP JB മേത്തറിന്റെ ചോദ്യത്തിന് ജയന്ത് ചൌധരി മറുപടി നൽകിയിരുന്നു. ധാരണാപത്രത്തിൽ ഒപ്പിടുക മാത്രമാണ് കേരളം ചെയ്തിട്ടുള്ളതെന്നും PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ല കേരളമെന്നും ചോദ്യത്തിനുള്ള മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ സർക്കാർ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്ന നിലപാടാണ് UDF സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ വിഷയത്തിൽ മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബിന്റെ ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്ത് ചൌധരി തന്നെ മറുപടി നൽകിയതിന്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കരാറിൽ ഒപ്പുവെച്ചാലും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കും എന്നതാണ് അബ്ദുൾ വഹാബിന്റെ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടി അടൂർ പ്രകാശിനെ പൂർണ്ണമായും തള്ളുന്നതാണ് കണ്ടത്. PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് UDF പച്ചക്കൊടി കാണിച്ചു എന്ന് വ്യക്തമാക്കിയ UDF കൺവീനറുടെ വാക്കുകളെ ലീഗ് പൂർണ്ണമായും തള്ളുന്നു. PM ശ്രീ വിഷയം മുന്നണി നേതൃയോഗം ചർച്ച ചെയ്തില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അജണ്ടയിൽ പോലും ഇത് ഉൾപ്പെട്ടിരുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നതാണ് ലീഗ് നിലപാട്. അക്കാര്യം PK കുഞ്ഞാലിക്കുട്ടി തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റ് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത കളവ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങാനാണ് ആലോചന എന്ന് സൂചിപ്പിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. UDF യോഗത്തിൽ ഗൗരവമുള്ള ചർച്ച PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജൻ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി അന്തിമ തീരുമാനം പറഞ്ഞിരുന്നില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. വിഷയത്തിൽ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ UDF നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് PM ശ്രീ നടപ്പാക്കുമെന്ന് UDF കൺവീനർ പ്രഖ്യാപിച്ചത് എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ ചോദ്യം. ഈ വിയോജിപ്പാണ് PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം ഇന്നലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് അടൂർ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയോ, ഇനി മന്ത്രിസഭാ ഉപസമിതിയുടെ ഇതിലുള്ള പ്രവർത്തനം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് ഇനി ഈ സ്കൂളുകൾ ഏതൊക്കെ വേണം ഈ പദ്ധതിയിൽ എന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഉപസമിതി തീരുമാനിക്കുക എന്നതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്തായാലും മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അടൂർ പ്രകാശ് നിലപാട് മാറ്റി. PM ശ്രീ UDF ചർച്ച ചെയ്തിട്ടില്ല എന്നും ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടാകും തീരുമാനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി തള്ളി പറഞ്ഞിട്ടില്ല എന്നും അടൂർ പ്രകാശ് അവകാശപ്പെട്ടു. ഇല്ല, അതിനാണല്ലോ ഉപസമിതി വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഉള്ള ഉപസമിതി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇല്ല, എനിക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അത് പരിശോധിച്ചതിന് ശേഷം. അപ്പോൾ UDF കൺവീനർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വിശദീകരിക്കേണ്ടത് UDF കൺവീനർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. 3 കോൺഗ്രസ് മന്ത്രിമാരും ഒരു ലീഗ് മന്ത്രിയുമുള്ള ഉപസമിതി അടുത്തയാഴ്ച യോഗം ചേർന്ന് റിപ്പോർട്ട് കൈമാറാനിരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം അപ്പാടെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് അതിനു മുൻപ് തന്നെ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇന്നലെ വന്നത്. ഈ വാക്കുകളിലാണ് ലീഗിന് കടുത്ത അതൃപ്തിയുള്ളത്. PM ശ്രീ വിവാദമാക്കുന്നതിലും അത് പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ അവസരം ഉണ്ടാക്കുന്നതിലും ലീഗിനുള്ളിൽ അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്തിന് വലിയ പ്രശ്നമോ നഷ്ടമോ ഇല്ലാതെ പിന്മാറാനാകുമെങ്കിൽ PM ശ്രീ വേണ്ടെന്ന് വെക്കണമെന്ന അഭിപ്രായത്തിനാണ് ലീഗിൽ മുൻതൂക്കം എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. എന്നാൽ UDF-ൽ ഭിന്നതയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോഴും അല്പം വ്യത്യസ്തമാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ഇതിൽ പ്രതികരിച്ചത്. പിന്മാറിയാൽ ഫണ്ട് ലഭിക്കില്ല. PM ശ്രീയിൽ കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, ഞങ്ങളതിൽ ഇത് ഒപ്പിട്ടു. അല്ല, മറുപടി ആര് ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുമല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഇത് ജോൺ ബ്രിട്ടാസിന് ഇത് അറിയാതെ? അദ്ദേഹം MP അല്ലേ. അദ്ദേഹം എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ കാര്യം പറഞ്ഞില്ല? അപ്പോൾ ഒപ്പിട്ടു, എല്ലാം അംഗീകരിച്ചു, അത് SSA ഫണ്ടും വാങ്ങിച്ചു, മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇത് വെക്കണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്.
PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളാണ് യഥാർത്ഥത്തിൽ പൊളിയുന്നത്. PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ കാര്യമായി ഒന്നും സംഭവിക്കില്ല എന്നതാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുകയോ ചേരാതിരിക്കുകയോ ചെയ്താൽ PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നതാണ് രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയിരിക്കുന്നത്. കേരളം PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ട ശേഷം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേന്ദ്രം രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്നും വലിയ ഭവിഷ്യത്തുണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അധികാരമേറ്റതിനു ശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്ര മറുപടി ഇടതുപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്നുമുണ്ട്. വഹാബിന് ലഭിച്ച മറുപടി VD സതീശന്റെ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചു കീറിയെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം. UDF-നെതിരെ വിമർശനവും പരിഹാസവുമായി MP രാജേഷ് ഉൾപ്പെടെ രംഗത്ത് വരുന്നതും കണ്ടു. PM ശ്രീയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ പറ്റില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം UDF MPമാർ കാരണം പൊളിച്ചെടുക്കാൻ പറ്റിയെന്നതാണ് MP രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അറബിക്കടൽ വറ്റിയിട്ടില്ല ലീഗുകാരെ. ലീഗിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെ PM ശ്രീ അറബിക്കടലിൽ എറിയാം, അല്ലെങ്കിൽ സ്വയം അറബിക്കടലിൽ പോയി ചാടാം എന്നും MP രാജേഷ് പരിഹസിച്ചു. ഇനിയെങ്കിലും പദ്ധതിയിൽ മുന്നോട്ടു പോകാൻ BJP സമ്മർദ്ദം ഉണ്ടെന്നും അതിന് വഴങ്ങുകയാണെന്നും UDF തുറന്നു പറയണമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചത്. പുതിയ സാഹചര്യം എന്തായാലും UDF-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. ഫണ്ട് വാങ്ങിയെടുക്കാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നതാണ് UDF-ന്റെ ഇതുവരെ ഉണ്ടായിരുന്ന നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഉത്തരവാദിത്വം മുൻ സർക്കാരിന്റെ തലയിൽ ഇടാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പുതിയ സാഹചര്യം അതിന് അനുവദിക്കുന്നതല്ല. കേന്ദ്രം സഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടികളുടെ സാഹചര്യത്തിൽ വീണ്ടും ചർച്ച നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ തന്നെ വിശദീകരിക്കുന്നു. ഉപസമിതി അംഗമാണ് അദ്ദേഹം. ഉപസമിതിയും മന്ത്രിസഭയും വീണ്ടും ചർച്ച ചെയ്യും. ഉപസമിതി അംഗം എന്ന നിലയിൽ കരാർ മുഴുവൻ പരിശോധിച്ച വ്യക്തിയാണ് താൻ. അന്നൊന്നും പിന്മാറാമെന്ന വ്യവസ്ഥയില്ലായിരുന്നു എന്നതാണ് റോജി M. ജോൺ പറയുന്നത്. ഇന്നലെ മാത്രമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇത് പരിശോധിക്കും എന്നതാണ് റോജി M. ജോൺ പറയുന്നത്. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് പുതിയൊരു സാഹചര്യമാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കരാറിൽ വളരെ വ്യക്തമായി ഇത് പിന്മാറാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമെന്നും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് പുതിയൊരു സാഹചര്യമാണ്. അത് ആ സാഹചര്യത്തിൽ അത് UDF ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും ക്യാബിനറ്റും ഒക്കെ ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും പിന്മാറാനാകില്ലെന്ന വാദം പൊളിയുകയും ലീഗ് നിലപാട് കടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇനി സർക്കാർ എന്ത് ചെയ്യുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ ഉപസമിതി ബുധനാഴ്ച യോഗം ചേരും. ഓഗസ്റ്റ് 2ാം വാരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 2ാം വാരത്തോടെ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകുകയും ചെയ്യുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. നിലപാടില്ലായ്മ ചർച്ചയായ സാഹചര്യത്തിൽ പദ്ധതിയുടെ പണം വേണ്ടെന്ന് വെച്ച് UDF മുഖം രക്ഷിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.